ആ വ്യക്തി ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ വല്ലാതെ വിഷമിച്ച് വല്ലാതെ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കട്ടെ, അടുത്തൊരു 2 കാർഡും കൂടി എടുത്തോട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ വ്യക്തി ഉള്ളത് കേട്ടോ. മറ്റുള്ള ലോകം എല്ലാം മറന്ന്, മറ്റുള്ള ലോകം എല്ലാം മറന്ന് നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ സന്തോഷമായ ഓർമ്മകളും എല്ലാം ഓർത്തിട്ട് ആ വ്യക്തി ഭയങ്കര മൂഡ് ഓഫിലാണ്. ഇതാണ് ചീറ്റിങ് നടന്നിട്ടുണ്ട്, എന്തോ ഒരു ചതി ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ചീറ്റിങ്ങിൻ്റെ കാർഡാണിത്. എന്തോ നിങ്ങളോട് എന്തോ ഒരു തെറ്റി വ്യക്തി ചെയ്തു പോയിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഇത്രയും മൂഡ് ഓഫായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പം മറ്റെല്ലാം മറന്നിട്ട് ആ വ്യക്തി കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. എല്ലാം ഒരു ഡെത്ത് സംഭവിച്ചിട്ട് ഒരു റീബർത്ത് വരുന്നുണ്ട്. തേർഡ് പാർട്ടീൻ്റെ കാർഡാണ്. തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു ചതി നിങ്ങളോട് ചെയ്തു പോയ വ്യക്തി. അതാണ് ആ വ്യക്തി ഇത്രയും മൂഡ് ഓഫായിട്ട് 2 കാർഡിലും കാണുന്നില്ലേ മൂഡ് ഓഫായി നിൽക്കുന്നത്. തേർഡ് പാർട്ടി ചെയ്യിച്ചതാണ് ആ വ്യക്തിനെ കൊണ്ട്. സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ വെളിച്ചമായിരുന്നു നീ, പിന്നെ ഞാൻ ഈ തേർഡ് പാർട്ടീൻ്റെ വാക്ക് കേട്ടിട്ട് ചീറ്റ് ചെയ്തു പോയി എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. എൻ്റെ സോൾമേറ്റ് നീയാണ്, എൻ്റെ വെളിച്ചം നീയാണ്, എൻ്റെ എല്ലാ ശക്തിയും നീയായിരുന്നു. അത് അത്രയും സത്യമായ ആയൊരു പ്യുവറായ സ്നേഹത്തെ ഞാൻ കണ്ടില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ ഈ തേർഡ് പാർട്ടീൻ്റെ വാക്ക് കേട്ടിട്ട് നിന്നെ ഞാൻ ചതിച്ചുപോയി, നിന്നോട് ഞാൻ വിശ്വാസവഞ്ചന കാട്ടിപ്പോയി എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.